ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ മായാദർശനത്തിലെ 10ാമത് ശ്ലോകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കരോതീതി പ്രകർഷേണ പ്രകൃത്യൈവ ഗുണാൻ പൃഥക് നിഗദ്യത്തെ അസൗ പ്രകൃതിരിതീഹ ത്രിഗുണാത്മിക. കരോതീതി പ്രകർഷേണ പ്രകൃത്യൈവ ഗുണാൻ പൃഥക് നിഗദ്യത്തെ അസൗ പ്രകൃതിരിതീഹ ത്രിഗുണാത്മിക. ഇതാണ് ശ്ലോകം. ആദ്യമായി നമുക്കിതിനെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃത്യായേവ ഗുണാൻ പ്രകർഷേണ പൃഥക് കരോതി ഇതി ഇഹ ത്രിഗുണാത്മിക അസൗ പ്രകൃതി ഇതി നിഗദ്യതേ എന്ന തരത്തിലാണ് ഇതിനെ അന്വയിക്കേണ്ടത്. ഇനി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. പ്രകൃത്യായേവ സ്വാഭാവികമായി തന്നെ, ഗുണാൻ ഗുണങ്ങളെ, പ്രകർഷേണ പ്രത്യേക തരത്തിൽ വിശേഷ രൂപഭാവങ്ങൾ നൽകി, പൃഥക് കരോതി ഇതി വേറുവേറെയാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അസൗ ഇത്, അതായത് ഈ മായ, ത്രിഗുണാത്മിക പ്രകൃതി ഇതിഹ ത്രിഗുണാത്മികയായ പ്രകൃതി എന്ന് ഇവിടെ നിഗദ്യതേ പറയപ്പെടുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സ്വാഭാവികമായി തന്നെ ഗുണങ്ങളെ വിശേഷേണ പ്രത്യേകമായി വേർതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത്, ഈ മായ, ത്രിഗുണാത്മികയായ പ്രകൃതി എന്ന് പറയപ്പെടുന്നു. പ്രകൃതി എന്ന മായയുടെ നിർവചനവും വിശേഷതകളുമാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകർഷേണയുള്ള കൃതി അഥവാ വിശേഷേണ കൃതമായത് എന്നാണ് പ്രകൃതി എന്ന പദത്തിന്റെ വാച്യാർത്ഥം. വ്യതിരിക്തതയോടുകൂടി ഓരോന്നിനെയും പ്രത്യേകമായി വേർതിരിച്ച് വിധാനം ചെയ്യപ്പെട്ട നിലയിലാണ് പ്രാപഞ്ചികമായ സർവ്വതിനെയും നാം കാണുകയും അറിയുകയും ചെയ്യുന്നത്. ഇതൊക്കെ ആരാൽ ഒരുക്കി വയ്ക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞ ത്രിഗുണാത്മിക പ്രകൃതമാണ് ഇവയിലെല്ലാം കാണുന്നത് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. സത്വം, രജസ്, തമസ് എന്നിവയാണ് 3 ഗുണങ്ങൾ. ഇവയ്ക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ലാത്തതുകൊണ്ട് ഗുണത്രയം എന്നാണ് ഗുണങ്ങളെ വിശേഷിപ്പിച്ചു പോരുന്നത്. ശുദ്ധ സാത്വികവും ശുദ്ധ രാജസവും ശുദ്ധ താമസവും എങ്ങും കാണുവാൻ സാധ്യമല്ല. ജീവപ്രകൃതി സത്വഗുണപ്രധാനം, രാജസഗുണപ്രധാനം, താമസഗുണപ്രധാനം എന്നിങ്ങനെ 3 പിരിഞ്ഞാണ് വർത്തിക്കുന്നത്. സാത്വിക ഗുണമേറിയും രാജസ താമസ ഗുണങ്ങൾ കുറഞ്ഞും കാണപ്പെടുന്ന പ്രകൃതമാണ് സാത്വിക ഗുണപ്രധാനമായ പ്രകൃതി. രാജസഗുണമേറിയും സാത്വിക താമസ ഗുണങ്ങൾ കുറഞ്ഞും കാണപ്പെടുന്ന പ്രകൃതി രാജസഗുണപ്രധാനമായ പ്രകൃതിയാണ്. താമസഗുണമേറിയും രാജസ സാത്വിക ഗുണങ്ങൾ കുറഞ്ഞും കാണപ്പെടുന്ന പ്രകൃതി താമസപ്രധാനമാണ്. ലോകപ്രകൃതിയെ താത്വികമായി ശുദ്ധ സാത്വികം, ശുദ്ധരാജസം, ശുദ്ധതാമസം എന്നിങ്ങനെ 3 തിരിക്കാമെങ്കിലും ഈ 3 ഗുണങ്ങളും വിശ്വപ്രകൃതിയിൽ ഒരിടത്തും കാണുവാൻ സാധ്യമല്ല.
സാത്വിക, രാജസ, താമസ ഗുണങ്ങളുടെ വിവിധങ്ങളായ കലർപ്പുകളാണ് ജീവപ്രകൃതിയിൽ കാണുന്നത്. അതുകൊണ്ടാണ് പ്രകൃതിയെ ത്രിഗുണാത്മികം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭക്ഷണരീതി, സംസാരശൈലി, പെരുമാറ്റം, തൊഴിൽ, വ്യവഹാരം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രകൃതി ഗുണങ്ങൾ പ്രകടമാണ്. സത്വഗുണപ്രധാനന്മാരിൽ തന്നെ പ്രകടമായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. താമസഗുണ സ്വാധീനം ഏറി നിൽക്കുന്ന സാത്വികന്മാർ കർമ്മമണ്ഡലത്തിൽ ശോഭിക്കുന്നവരല്ല. എന്നാൽ രാജസഗുണ സ്വാധീനമേറി നിൽക്കുന്ന കൂട്ടരിൽ ക്രിയാശക്തി തെളിഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അധ്യയനം, അധ്യാപനം, ഗവേഷണം, നിരീക്ഷണം, ഉപദേശപാടവം തുടങ്ങിയ ഗുണങ്ങൾ എഴുന്നു പ്രകാശിക്കുന്ന കൂട്ടരാണ് രാജസഗുണ സ്വാധീനമേറിയ സാത്വിക ഗുണപ്രധാനന്മാർ. മാതൃകാ ഗുരുക്കന്മാരും ശ്രേഷ്ഠന്മാരായ മാർഗദർശികളും വൈജ്ഞാനിക തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുമൊക്കെ രാജസഗുണ സ്വാധീനമേറിയ സത്വഗുണപ്രധാനന്മാരാണ്. ശൗര്യം, വീര്യം, നിശ്ചയദാർഢ്യം, കർമ്മപടുത്വം, സാഹസികത, നിർഭയത്വം തുടങ്ങിയ സ്വഭാവഗുണങ്ങൾ രാജസ ഗുണപ്രധാനന്മാരിലാണ് എഴുന്നു കാണുന്നത്. അക്കൂട്ടരിലെ ഒരു വിഭാഗക്കാരിൽ സാത്വിക ഗുണസ്വാധീനമേറി നിൽക്കും. കർമ്മമേഖലയിൽ നീതിയും ന്യായവും യുക്തിയും സഹിഷ്ണുതയുമൊക്കെ പുലർത്തി ധാർമ്മിക മുന്നേറ്റം നടത്തുവാൻ അക്കൂട്ടർ പ്രാപ്തന്മാരായിരിക്കും. താമസ ഗുണസ്വാധീനമേറി നിൽക്കുന്ന രാജസഗുണപ്രധാനന്മാർ സ്വാർത്ഥമതികളും കർക്കശക്കാരും വിട്ടുവീഴ്ച മനോഭാവമില്ലാത്തവരും തൻ പ്രമാണിത്വം ഉറപ്പിച്ചെടുക്കാൻ വ്യഗ്രതപ്പെടുന്നവരുമൊക്കെയാണ്. വിജയത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അക്കൂട്ടർ ധർമ്മനിഷ്ഠയിൽ ശ്രദ്ധാലുക്കളല്ല. സ്വേച്ഛാധിപന്മാരും സാമ്രാജ്യമോഹികളുമൊക്കെ അക്കൂട്ടത്തിൽപ്പെടുന്നവരാണ്. താമസഗുണമേറിയും സാത്വിക ഗുണസ്വാധീനം തീരെ കുറഞ്ഞും കാണപ്പെടുന്ന ആളുകളിൽ, അതായത് അവര് രാജസഗുണ പ്രധാനന്മാരാണ്. അങ്ങനെയുള്ളവർ കാര്യസാധ്യത്തിനു വേണ്ടി ഏത് കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്നവരും അധർമ്മിഷ്ഠന്മാരുമൊക്കെയായിരിക്കും. ദുർഭരണാധികാരികളും കള്ളക്കടത്തുകാരും അധിനിവേശ തൽപരന്മാരുമൊക്കെ ഈ ഗണത്തിൽപ്പെടുന്ന കൂട്ടരാണ്. അജ്ഞാനികളും നിഷ്ഠൂരന്മാരും ആതങ്കവാദികളും ഉഗ്രവാദികളും മതമൗലികവാദികളുമൊക്കെ താമസഗുണപ്രധാനന്മാരാണ്. രാജസഗുണമേറി നിൽക്കുന്ന താമസഗുണപ്രധാനന്മാർ കൊടും ക്രൂരതകൾ കാണിക്കുന്നതിൽ മടിയില്ലാത്ത കൂട്ടരാണ്. കൊടും ക്രൂരതകൾ കാണിക്കുമ്പോഴും ധർമ്മവിചാരം ചെയ്യുന്ന കൂട്ടരാണ് സാത്വിക ഗുണസ്വാധീനമുള്ള താമസ ഗുണപ്രധാനന്മാർ. ശത്രുക്കളെ കൊല്ലാക്കൊല ചെയ്യുക, നിരുപദ്രവികളായ ജീവികളെ ക്ഷതമേൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ, ക്ഷതമേൽപ്പിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്ന കൂട്ടരാണവർ. മേൽവിവരിച്ച ഗുണവൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും പ്രകൃതീകൃതമാകുന്നു എന്നാണ് മായാദർശനം സിദ്ധാന്തിക്കുന്നത്. പ്രകൃതി എന്ന മായയാണ് ഇതിനെല്ലാം കാരണമായി വർത്തിക്കുന്നത് എന്നും മായാദർശനം ഉദ്ഘോഷിക്കുന്നു. ഭാരതീയ ദർശനശാസ്ത്രങ്ങളിലെ മായാദർശനത്തെ മായ, വിദ്യ, അവിദ്യ, പര, അപര, തമസ്, പ്രധാനം, പ്രകൃതി എന്നിങ്ങനെ 8ആയി വിഭജിച്ച് അവയുടെ നിർവചന സഹിതമുള്ള വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ മായാദർശനം ഉപസംഹരിച്ചിരിക്കുന്നു. ബ്രഹ്മമല്ലാതെ മറ്റൊന്നിനും ഉണ്മയില്ല എന്നും പ്രപഞ്ചം മായാകൽപ്പിതമാകുന്നു എന്നും അസന്നിഗ്ധമായി ഈ ദർശനത്തിലൂടെ ഗുരു സമർത്ഥിച്ചു തരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഈ ശ്ലോകത്തോടു കൂടി മഹാഗുരുവിനാൽ വിരചിതമായ മായാദർശനം സമാപിക്കുന്നു. ഞാൻ എൻ്റെ
വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.